ഹലോ ഗൈസ്, എല്ലാവർക്കും ശ്രുതീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിച്ചാൽ മോളെ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ മീറ്റിങ്ങിന് പോയിട്ട് വരാം. അങ്ങനെ പോകണം, അതുവഴി അവളെ ഡോക്ടറെ കാണിക്കാൻ പോകണം. കാരണം ഇന്നലെ മുതൽ നമുക്ക് നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലും പോകണം. 3 മണിക്കാണ് മീറ്റിംഗ്, അതാണ് ഇത്ര സ്പീഡിൽ നടക്കുന്നത്. ഇപ്പോൾ 2:50 അപ്പോൾ സ്പീഡിൽ നടക്കട്ടെ. പക്ഷെ നടക്കാനുണ്ട് കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ എന്നെയും കാത്ത് നിൽക്കുന്നുണ്ടാവുന്ന സ്കൂൾ വണ്ടിയിൽ ഉച്ചയ്ക്ക് കയറൂലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മീറ്റിങ്ങിന് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ കാണാൻ നമുക്ക്. സ്കൂൾ തുറന്നുള്ള ആദ്യ പേരൻസ് മീറ്റിംഗ് ആണ്. അപ്പോൾ നിർബന്ധമായിട്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സ്. അപ്പോൾ കാണുന്നതാണ് കേട്ടോ സ്കൂള്. ഓരോ പേരൻസും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ 3 മണിക്ക് തുടങ്ങിയതിന് ശേഷം ഞാൻ വേഗം പോയതാണ്. വേഗം എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ പക്ഷേ ആരും എത്തിയിട്ടില്ല, എല്ലാവരും വരുന്നേ ഉള്ളൂ. നമ്മൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് എന്നോട് പറഞ്ഞ് ഓരോ സ്കൂൾ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാനൊന്ന് ഊഞ്ഞാൽ അടിയിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാണ്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇനി ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോവാണ്. മുട്ടായി ഒക്കെ വാങ്ങിപ്പിച്ചെന്നെ കൊണ്ട്. മുട്ടായി കാണിച്ചേ മുട്ടായിയാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. തിന്ന നടക്ക്. ഇവിടെ കേട്ടോ നമ്മളെ കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്താ സൂക്കേട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവൾ എന്നോട് പിണങ്ങിയിരിക്കുക. ഡോക്ടറൊക്കെ കാണിച്ച് ഞങ്ങൾക്ക് ഈ ഒരു മരുന്ന് തന്നിട്ടുണ്ട്. 2 എണ്ണം പുറത്തേക്കാണ് കേട്ടോ എഴുതിയത്. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് ചോറൊക്കെ തിന്ന് ഇനി ആറിട്ടുണ്ട് എടുക്കാൻ. അതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കാനൊക്കെ ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയത് ഞാൻ എടുത്ത് മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 2 വിരിയുണ്ട്, പിന്നെ കുറച്ച് ഇങ്ങനത്തെ മക്കളുടെ ഡ്രസ്സൊക്കെ ഉണ്ട്. മുറ്റത്ത് കാട് പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് കുറേ നന്നാക്കിയതൊക്കെ ആയിരുന്നു. മഴ പെയ്തപ്പോൾ ഇങ്ങനെ കിളിർത്ത് വന്നിട്ടുണ്ട് പുല്ലൊക്കെ. അപ്പോൾ ഇതൊരു ദിവസം ഇനി റെഡിയാക്കി എടുക്കുകയൊക്കെ വേണേ. അപ്പോൾ പറയുകയാണെങ്കിൽ ഒന്നായിട്ട് പച്ചപ്പ് പിടിച്ച് കിടക്കുകയാണ്. ഇത് അവിടെ പുഴ, പിന്നെ കണ്ടൽക്കാടുണ്ട്, പിന്നെ അങ്ങോട്ടൊക്കെ വീടുണ്ട്. ഇത് ഞങ്ങളെ വാഴയാണ്, അപ്പുറത്തെ പറമ്പിലാണെന്നുള്ളൂ. ഇതവിടെ നല്ലോണം വളരുന്നുണ്ട്. ഇത് ഞങ്ങളെ വീടിനടുത്തുള്ള വീട്ടിലെ പൂന്തോട്ടമാണ്. അടിപൊളി പൂവൊക്കെ ഉണ്ടാവും കേട്ടോ. അവിടെ കുറേ ചെടികളുണ്ടായിരുന്നു, അതൊക്കെ നശിച്ചു പോയതാണ്. അപ്പോൾ ഇവരിപ്പം വളർത്തുന്ന ചെടികൾ ഇതൊക്കെയാണ്. ഇതൊക്കെയാണ് ചെടികൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.